ഹലോ മെഡിയോസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. പെയിൻ കില്ലർ ധാരാളം കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എന്ന് ഞാൻ എടുത്തു പറയും. കാര്യം മലയാളികളെ പോലെ പെയിൻ കില്ലർ അല്ലെങ്കിൽ ടാബ്ലറ്റ്സുകളും അല്ലെങ്കിൽ അലോപ്പതി മെഡിസിൻസ് കഴിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ പെയിൻ കില്ലറിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കൊരു പെയിൻ വന്നാൽ, ഇവൻ തലവേദന വന്നാൽ, പല്ലുവേദന വന്നാൽ, ബോഡി പെയിൻ വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മസിൽ പെയിൻ എന്ത് വന്നാലും നമ്മൾ പെയിൻ കില്ലർ ആണ് ആശ്രയിക്കുന്നത് അല്ലേ. നേരെ മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുന്നു, പെയിൻ കില്ലർ ചോദിക്കുന്നു, വാങ്ങുന്നു. അപ്പോൾ പെയിൻ കില്ലർ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ തരുന്ന ഏത് പെയിൻ കില്ലർ ആണ് തരണം എന്ന് തീരുമാനിക്കുന്നത് ഫാർമസിസ്റ്റ് ആണ്. അപ്പോൾ ഫാർമസിസ്റ്റ് തരുന്ന മരുന്ന് വിശ്വാസത്തോടെ വന്ന് കഴിക്കുന്നു, പെയിൻ മാറുന്നു, നമ്മൾ ഹാപ്പി ആവുന്നു. ഇതാണ് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് സ്ഥിരമായി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഒരു പെയിൻ വന്നു, പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും എടുത്തോ, അങ്ങനെ ഉടക്കൊക്കെ വീണു, അങ്ങനെയൊക്കെ ഒരു പെയിൻ വന്ന് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നു, മാറുന്നു. ഒരു തലവേദന പെട്ടെന്ന് വന്നു, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കഴിച്ചു, മാറി, കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്നവരുടെ കാര്യത്തിൽ വലിയ സീൻ ഉണ്ടാവണം എന്നില്ല. പക്ഷേ സ്ഥിരമായി ഇത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റായി നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ഥിരമായി ഒരിക്കലും നിങ്ങൾ പെയിൻ കില്ലർ കഴിക്കാൻ പാടില്ല. കാര്യം ഈവൻ തലവേദനയ്ക്കാണെങ്കിൽ പോലും എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും കണ്ടിന്യൂസ് ആയിട്ടൊരു തലവേദന വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ 2 or 3 തവണയിൽ കൂടുതൽ ഒരിക്കലും പെയിൻ കില്ലർ കഴിക്കാൻ ഒരു ടൈം കൊടുക്കരുത്. നിങ്ങൾ ഡോക്ടറെ കണ്ട് എന്തുകൊണ്ട് ഈ തലവേദന എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കുക. അല്ലാതെ പെയിൻ കില്ലറിൽ നിങ്ങൾ അത് ഒതുക്കാൻ നോക്കരുത്. ആ പെയിൻ കില്ലർ സൈഡ് എഫക്റ്റ് ആയിട്ട് നാളെ നിങ്ങളെ അവയവങ്ങളെ പല തരത്തിൽ ബാധിച്ചേക്കാം. അപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അറിയത്തില്ല. ഈ പെയിൻ കില്ലർ കഴിച്ചത് കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. ആ സമയത്ത് പറ്റുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് എവിടെയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ വന്നു കഴിഞ്ഞാൽ പെയിൻ കില്ലർ കഴിച്ച് അതിനെ ഒതുക്കാൻ നോക്കരുത്. പല്ലുവേദനയാണെങ്കിലും അതിനെ ഒതുക്കാൻ നോക്കരുത്. എന്തെങ്കിലും കാരണം കൊണ്ടല്ലാതെ ഒരിക്കലും നമ്മുടെ ശരീരം സ്റ്റിൽ ഒരു പെയിൻ നിലനിൽക്കില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ്. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരുന്ന മേ ബി ഇപ്പം ഞാൻ എന്താ 100% ഷുവർ പറയുന്നില്ല, പക്ഷേ ഇവൻ എന്തായാലും ചെറിയ തരത്തിലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായേക്കില്ല. അത് ഒന്നും സംഭവിക്കാതിരിക്കില്ല. എന്തായാലും ആ പെയിൻ കില്ലർ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് പല തരത്തിൽ വന്നേക്കാം. അത് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ട് ആ ഒരു പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ള ഒരു അവസരം നിങ്ങൾ ഇല്ലാതാക്കുക. ആവശ്യത്തിന് മാത്രം, നിങ്ങൾക്ക് അത്രയും അത്യാവശ്യത്തിന് മാത്രം നിങ്ങൾ കഴിക്കുക. എന്ത് പെയിൻ ആണെങ്കിലും ഇപ്പം അത് വന്ന് അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം നിങ്ങളിങ്ങനെ മരുന്ന് മേടിച്ച് കഴിക്കുന്നതിന് പകരം ഒരു ഡോക്ടറെ കണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെയിൻ, അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിന് നിങ്ങൾക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ, പെയിൻ കില്ലർ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വളരെ വലുതായിരിക്കും. ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയാണ്, കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലർ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കാതിരിക്കുക. എന്തുകൊണ്ട് ആ ഒരു പെയിൻ കില്ലർ നിങ്ങൾ കഴിക്കേണ്ടി വരുന്നു എന്ന് ആദ്യം ചിന്തിക്കുക, അത് തടയുക. അതാണ് വേണ്ടത്. ഓക്കെ.